الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم. الحمد لله صلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما دائما إلى يوم الدين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. بسم الله الرحمن الرحيم. إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا. بسم الله الرحمن الرحيم. ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين. قال رسول الله صلى الله عليه وسلم إن في البيان لسحر. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പവിത്രമായ എല്ലാത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിതമായ വിശ്വാസ കാര്യങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും പ്രത്യേകിച്ച് രോഗവും അതിനുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങൾ ആദ്യമായി വിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം റസൂലയുടെ വഹിയായ സ്ഥിരപ്പെട്ട തിരുസുന്നത്തിൽ നിന്നും ശരിക്കും മനസ്സിലാക്കേണ്ടതായ രൂപത്തിലും ക്രമത്തിലും മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ അനുഷ്ഠിച്ച് മരണം എപ്പോൾ എവിടെ വെച്ച് നമ്മെ പിടികൂടുകയാണെങ്കിലും പടച്ചവന്റെ ശരിയായ വിശ്വാസികളായി യഥാർത്ഥ മുവാക്കിദ്യങ്ങളായി ശരിയായ സുന്നത്തിൻ്റെ അനുയായികളായി ജീവിച്ചു മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് സ്വയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ച് കൊള്ളുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് ഈ ദുനിയാവിൻ്റെ മക്കളായി നാം ജീവിച്ച് ഈ ദുനിയാവിൽ കുറേ നേട്ടങ്ങൾ കൊയ്തെടുത്ത് പരമാവധി സുഖിച്ച്
അങ്ങ് മരിച്ചു പോകുവാൻ വേണ്ടിയല്ല. ഞാനും നിങ്ങളൊക്കെ ഒരു യാത്രയിലാണ്. നമുക്ക് പോകുവാനുള്ളത് നമ്മുടെ യഥാർത്ഥ ജീവിതമായ പരലോകത്തേക്കാണ്. അപ്പൊ ആ ജീവിതം പരാജയപ്പെടാതിരിക്കാൻ, അവിടെ വിജയം കരസ്ഥമാക്കാനുള്ള പ്രവൃത്തിയിലായിരിക്കണം. സൂറത്ത് അൽ-ബഖറയിലെ ഒരു ആയത്താണ്. ജൂതന്മാരുടെ സ്വഭാവം അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ജൂത ക്രിസ്ത്യാനികളിലുള്ള പൊതു സ്വഭാവം അത് അള്ളാഹു പറയുന്നത് വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിൽ, നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിക്കരുത്. അങ്ങനെ വതഖ്തുമുൽ ഹഖ്ഖ, സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയാണ്. സത്യത്തിൻ്റെ കൂടെ അസത്യം കൂട്ടി കലർത്തി അവതരിപ്പിക്കുമ്പോൾ ആണിനും പെണ്ണിനും ഹക്ക് എന്താണെന്ന് മനസ്സിലാവാതെ പോവുകയാണ്. വാൻതും താപലവും, ഈ സംഗതി നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അറിഞ്ഞുകൊണ്ട് സ്നേഹിതന്മാരെ, ജൂത ക്രിസ്ത്യാനികളുടെ സ്വഭാവമായി വിശുദ്ധ ഖുർആൻ വിവരിച്ചത് ഇന്ന് അവരിലെ പണ്ഡിതന്മാരിൽ കാണുന്നതിലുപരി നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരിലാണ് കാണുന്നത്. അത് ഒരു കാലത്ത് യാഥാസ്ഥികരും ഉൽപ്പതിഷ്ണികളും എന്ന നിലക്ക് വേർതിരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഉൽപ്പതിഷ്ണുക്കളായ ഇസ്ലാമിക പ്രവർത്തകന്മാരിൽ തന്നെ പെട്ട ഒരു വിഭാഗമാണ് പല വിഷയത്തിൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്നത്. അപ്പോൾ യാഥാസ്ഥികന്മാർ കുറച്ച് മുമ്പ് തന്നെ അത് തുടങ്ങിയതാണ്. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം. ഹുബ്ബുൻ നബി, പ്രവാചക സ്നേഹം ഓരോ ആണിനും പെണ്ണിനും അനിവാര്യമാണ്. അതിലൊരു വിശ്വാസ്യം സംശയിക്കുകയില്ല. പക്ഷെ ആ സത്യം എടുത്തു പറഞ്ഞു റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനം ആഘോഷിക്കാൻ തെളിവാക്കുക. അത് തെളിവാക്കാൻ ഒരിക്കലും ഒരു ശരിയായ വഴിയല്ല. അത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തലാണ്. കാരണം പ്രവാചകനെ സ്നേഹിക്കണമെന്നത് ആർക്കും അഭിപ്രായമില്ലെന്നല്ല. ആ സത്യത്തിൽ കുറെ അസത്യം കൂട്ടിച്ചേർക്കുക. അതുകൊണ്ട് നബി ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിൽ അന്ന് പ്രത്യേകം സ്വലാത്ത് ചെല്ലണം, ദാനധർമ്മം ചെയ്യണം, ആ ദിവസം ആഘോഷിക്കണമെന്നത്. അതുപോലെ തന്നെ നബിമാർക്ക് പൂജ്യത്വം, പടച്ചവന്റെ ഔലിയാക്കൾക്ക് കറാമത്തും ഉണ്ട്. അതൊരു സത്യമാണ്, ഹക്കാണ്. അതിൽ ആർക്കും സംശയമില്ല. സംശയിച്ചാലോ മുസ്ലിമുമല്ല. പക്ഷെ ആ സത്യത്തിൽ കൂടെ കുറെ അസത്യം ചേർക്കുക. അതുകൊണ്ട് മരിച്ചുപോയ നബിമാരെ ഔലിയാക്കളൊക്കെ വിളിച്ചു തേടാം, അവിടെ ഖബറുകൾ കെട്ടിപ്പടുക്കാം, അവരുടെ പേര് നേർച്ച വഴിപാടുകൾ നടത്താം. ഇതൊക്കെ ഈ സത്യത്തിന്റെ കൂടെ കൂട്ടിക്കലർത്തിട്ട് അവതരിപ്പിക്കുക. ഇത് യഥാർത്ഥത്തിൽ ജൂത ക്രൈസ്തവരുടെ സ്വഭാവമുള്ള വിശദീകരിച്ചതാണ്. അതുപോലെ തന്നെ നബി പറഞ്ഞ് കുന്തു നഹൈതുകുമാൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ, ഖബർ സിയാറത്ത് ഞാൻ ആദ്യം നിങ്ങളുടെ മേൽ വിരോധിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങൾ ഖബർ സന്ദർശിക്കുക. അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യണമെന്നൊരു ഹക്കാണ്, സത്യമാണ്. അതിലാർക്കും അഭിപ്രായഭിന്നതല്ല. പക്ഷെ ആ സത്യത്തെ കൂട്ടിക്കലർത്തിയിട്ട്, അസത്യം കൂട്ടിക്കലർത്തിയിട്ട് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഖബർ സിയാറത്ത് ടൂറൊക്കെ സംഘടിപ്പിക്കുക. മഹാന്മാരെ ബർക്കത്ത് കിട്ടാനാണെന്ന് പറഞ്ഞ് ആഗ്രഹ സഫലീകരണത്തിന് സിയാറത്ത് സംഘടിപ്പിക്കല്. അത് യഥാർത്ഥത്തിൽ സ്നേഹിതന്മാരെ കുറച്ച് സത്യവും കൂടുതൽ അസത്യവും കൂട്ടി അവതരിപ്പിക്കലാണ്. അതുപോലെ ഓരോ വിഷയം നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ
ഇപ്പൊ നബിന്റെ പേരിൽ സലാത്ത് ഇടണം. ഇന്നല്ലാഹ വമലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് അല്ലാഹു തന്നെ കൽപ്പിച്ചതാണ്. നിങ്ങൾ നബിന്റെ പേരിൽ സലാത്തും സലാമും ചെല്ലണം. അതേ യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ സലാത്ത് വാർഷികം, സലാത്ത് ചെല്ലാൻ പ്രത്യേകം യോഗങ്ങൾ വിളിച്ചു കൂട്ടുക, അതിനൊരു പ്രത്യേകം ഫണ്ടുണ്ടാക്കുക, ഇതൊക്കെ കുറേ അസത്യം സത്യത്തിൽ കൂട്ടി അവതരിപ്പിക്കലാണ്. ഇതുപോലെ സ്നേഹിതന്മാരെ, ഞാനിന്ന് സംസാരിക്കേണ്ടതായ വിഷയം, അതിൽ നമ്മുടെ തന്നെ ഇസ്ലാഹി പണ്ഡിതന്മാരിൽ വിഭാഗം കുറേ അസത്യം കൂട്ടിക്കലർത്തിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒന്നാമത് ജിന്ന് എന്ന വിഷയമാണ്. അള്ളാഹു പറഞ്ഞു വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നമുക്ക് കിട്ടിയ വിജ്ഞാനം വളരെ തുച്ഛമായ അറിവാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ. മനുഷ്യന് ദുനിയാവിലെ ചില ബാഹ്യമായ കാര്യങ്ങൾ, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ബുദ്ധിയിലും അധീനത്തിൽ വരുന്ന സംഗതികൾ, അതേ മനുഷ്യന് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും സ്നേഹിതന്മാരെ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മനുഷ്യനായ നമ്മൾ ഒരു വശത്തിലൂടെ വലിയ മഹാന്മാരും കൊമ്പന്മാരും ഒക്കെ ആണെങ്കിൽ മറുവശത്തിലൂടെ വളരെ ദുർബലനാണ്. നമ്മുടെ അറിവിനൊക്കെ പരിധി ഉണ്ട് എന്നർത്ഥം. അത് മനസ്സിലാക്കാതെ ഒരു വിഷയത്തെ നാം സമീപിക്കരുത്. ഏത് വിഷയത്തെ നാം സമീപിക്കുമ്പോഴും ഞാൻ സമ്പൂർണ്ണനല്ല, എൻ്റെ ബുദ്ധിക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും ന്യൂനതകളുണ്ട്, പരിമിതികളും പരിധികളുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാത്ത പക്ഷം നമ്മൾ നരകക്കുഴിയിലേക്കാണ് ചെന്ന് ചാടുക. ഏനി സ്നേഹിതന്മാരെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു വഖലഖൽ ജാന മിൻ മാരിജിൻ മിൻ നാർ. മറ്റൊരു സ്ഥലത്ത് മിൻ ഖബലു എന്ന് പറഞ്ഞു. മനുഷ്യനെ സൃഷ്ടിക്കുന്ന മുമ്പ് തന്നെ ജിന്ന് വർഗത്തെ പടച്ചവൻ അഗ്നിന്റെ പുകയില്ലാത്തൊരു തരം ജ്വാലയിൽ നിന്ന് പിശാചിനെ ജിന്നിനുള്ള പടച്ചെന്ന് പറഞ്ഞു. മലക്കിനെ എന്തുകൊണ്ടാണ് പഠിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രകാശം കൊണ്ട് നൂറ് കൊണ്ടാണ്. ബുഖാരിയിലാണ്, മുസ്ലിമിന് മാത്രമാണ്. എന്നാൽ ജിന്നിനെ സുഹൃത്തുക്കളെ 150ഓളം സ്ഥലത്ത് ജിന്നിനെ തീയ കൊണ്ടാണ് പഠിച്ചത് എന്ന് ഖുർആൻ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ഒരു മുസ്ലിമാന് ജിന്നിനെ നിഷേധിക്കാൻ പറ്റുമോ? ജിന്ന് ബാക്ടീരിയയാണ്, ജിന്ന് പാമ്പാണ്, അല്ലെങ്കിൽ ജിന്ന് മറ്റ് ജീവികളാണ് എന്ന് പറഞ്ഞൊരു മുസൽമാനെ അവതരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ അവതരിപ്പിച്ചോ മുസ്ലിം ആവുമോ? ഓ ഖുർആൻ ഉൾക്കൊണ്ടവനാവും? ഒരിക്കലുമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ജിന്നിന്റെ അസ്തിത്വത്തെ ഒരിക്കലും ഒരു മുസൽമാനെ നിഷേധിക്കാൻ ഒരിക്കലും തന്നെ സാധ്യമല്ല. കാരണം പടച്ചവന്റെ സൃഷ്ടികൾ രണ്ടിനാണ്. ഒന്ന് ദൃശ്യവും ഭൗതികവുമായ സൃഷ്ടികൾ. ഇപ്പൊ നമ്മുടെ രക്തം എടുത്തു നോക്കിയാൽ അതിൽ വെളുത്ത അണുക്കളും ചുവന്ന അണുക്കളും ഉണ്ടാവും. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ടത് കാണാൻ പറ്റൂല. എങ്കിലും ശാസ്ത്രീയമായ ഉപകരണം കൊണ്ട് നമുക്കത് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ റസീബ് ആക്റ്റീവ് എന്ന മലക്കുകളുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ അതിനെ വികസിപ്പിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ കൊണ്ടോ നല്ല ശക്തിയുള്ള മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിലില്ല ഉള്ളതായ റസീബ് ആക്റ്റീവ് മലക്കിനെ കാണാൻ പറ്റും? ഒരിക്കലുമില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിലൊക്കെ ഓരോ ശകുത്താൻ പിശാചുണ്ട്, തിന്മയിലേക്ക് പ്രേരിപ്പിക്കണം. ആ പിശാചിനെ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ മാത്രം കണ്ടെത്താൻ പറ്റും? ഒരിക്കലുമില്ല. അപ്പൊ ഈ നമ്മുടെ ചുറ്റുഭാഗത്ത് മാത്രമല്ല,
നമ്മുടെ ശരീരത്തിൽ തന്നെ രണ്ട് തരം സൃഷ്ടികളുണ്ട്. ഒന്ന് ദൃശ്യവും ഭൗതികവുമായ സൃഷ്ടികൾ, രണ്ടാമത് അദൃശ്യവും അഭൗതികവുമായത്. ഈ അദൃശ്യ സൃഷ്ടികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അമാനി മൗലയുടെ ഖുർആൻ പരിഭാഷ 1 പോലെ എടുത്തു നോക്കുക. അതിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറഞ്ഞത്. അവിടെ അദൃശ്യം എന്താണ് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അതിൻ്റെ ശക്തി വികസിപ്പിക്കുന്ന ആധുനിക ഉപകരണങ്ങൾ കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും മാത്രം കണ്ടെത്താൻ പറ്റാതെ നബിമാരും വേദഗ്രന്ഥങ്ങളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ. അപ്പം പടച്ചവനുണ്ട് എന്ന് നമുക്ക് നമ്മുടെ സൃഷ്ടിപ്പിലെ അത്ഭുതത്തിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മുടെ ശരീരത്തിൻ്റെ അത്ഭുതത്തിൽ മനസ്സിലാക്കാം അള്ളാന്റെ അസ്തിത്വം. പക്ഷേ ജിന്നിനി മലക്കിന് അതിനും സാധിക്കുമോ? ജിന്നിനി മലക്കിന്റെ അസ്തിത്വം അങ്ങനെയും സാധ്യമല്ല. അത് നബിമാര് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ രണ്ടു തരം സൃഷ്ടികളിൽ വിശ്വസിക്കൽ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നുള്ള പറഞ്ഞത്. ആ ഗൈബിന് മുസ്ലിം പണ്ഡിതന്മാരൊക്കെ എണ്ണിയിട്ടുള്ളത് സ്വർഗം, നരകം, അതേമാതിരി തന്നെ മലക്കുകൾ, ജിന്നുകളൊക്കെ തന്നെ ഗൈബിൽപ്പെട്ട അദൃശ്യമായ സൃഷ്ടികളാണ്. അപ്പൊ അതിൽ നമ്മൾ വിശ്വസിച്ചേ കൂടുള്ളൂ എന്നർത്ഥം. അതിനെ നിഷേധിക്കാൻ നമുക്ക് ഒരിക്കലും പാടില്ല. നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല. നമ്മുടെ ശാസ്ത്രമൊക്കെ ഒരു അറ്റത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ ശാസ്ത്രം അന്ത്യദിനം തന്നെ പുരോഗമിച്ചാലും നമുക്ക് നമ്മുടെ ശാസ്ത്രീയ ഉപകരണങ്ങൾ കൊണ്ട് അള്ളാനെ കണ്ടെത്താൻ പറ്റുമോ? ജിന്നിനെ മൽക്കിനെ കണ്ടെത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിന് നുണ പറയാത്ത, കളവ് അറിയാത്ത പ്രവാചകന്മാർ അവര് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾക്ക് വഴി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് വിശദീകരിച്ച് തരികയാണ്. വേദഗ്രന്ഥങ്ങൾ അള്ളാഹ് നമുക്ക് ഇറക്കി തരികയാണ്. ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത്രയും മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനായ നമ്മളിൽ നല്ലവരും ചീത്തവരുണ്ട്. അതേമാതിരി തന്നെ ജിന്നിലും നല്ലവരും ചീത്തയുമുണ്ട്. ജിന്നിലുള്ള ചീത്ത വർഗത്തിനാണ് എന്ത് പറയുന്നത്? ഇബ്ലീസ്, ശൈത്താൻ എന്ന് പറയുന്നത്. ഈ ഇബ്ലീസും ശൈത്താനും ഉണ്ടായത് വേർതിരിച്ചത് എന്ന് മുതലാണ്? മനുഷ്യനെ ആദമിനെ കളിമണ്ണുകൊണ്ട് പടച്ച്, എന്നിട്ട് ഇബ്ലീസ് ജിന്നിനോടും അതുപോലെ മലക്കിനോട്, ജിന്നിനോട് പ്രത്യേകിച്ച് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അത് ഖുർആൻ സൂറ അഹ്റാഫിൽ പറയുന്നുണ്ട്. മലക്കിനോടും പറഞ്ഞ് മനുഷ്യനെ നമ്മെ ആദരിക്കാൻ വേണ്ടി പറഞ്ഞു, നമ്മുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യണമെന്ന് പറഞ്ഞു. അതുവരെ ജിന്ന് വർഗം മലക്കിന്റെ കൂട്ടത്തിൽ നല്ലവരായി ജീവിക്കുകയാണ്. അവര് ചീത്ത ഉരുത്തിരിഞ്ഞിട്ടില്ല. അവര് ചീത്ത ഉരുത്തിരിഞ്ഞത് ഈ കൽപ്പനയോട് കൂടിയാണ്. ആദമിനെ സാഷ്ടാംഗം ബഹുമാനിക്കാൻ വേണ്ടി സുജൂദ് ചെയ്യണം. ആ സമയത്ത് ഇബ്ലീസ് ചെകുത്താൻ പറഞ്ഞു, അന ഖൈറു മിൻഹു, ഞാനാണ് ആദമിനേക്കാൾ ഉത്തമന്. ഖലഖ്തനീ മിൻ നാരി, എന്നെ തീയിൽ നിന്നാണ് നീ സൃഷ്ടിച്ചത്. ഖലഖ്തഹു മിൻ തീൻ, ആദമിന്റെ നിസ്സാരമായ മണ്ണിന്റെ സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഞാൻ സാഷ്ടാംഗം ചെയ്യൂല എന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് ജിന്ന് വർഗത്തിൽ ഇബ്ലീസും ശൈത്താനും ഉണ്ടാകുന്നത്. ഇബ്ലീസും ശൈത്താൻ ഒന്ന് തന്നെയാണ്. അത് അൽ-ബഖറയിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതായത് ശൈത്താന് ആദമിനെ വഴിതെറ്റിച്ച് എന്ന് ശൈത്താനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, അസല്ലഹുമ ശൈത്താൻ, ഇബ്ലീസ്, ആദ്യം ഇബ്ലീസ് ഇല്ല, ഇബ്ലീസിനാണ്. ഇബ്ലീസ് സാഷ്ടാംഗം ചെയ്തില്ല. അങ്ങനെ ഇബ്ലീസിനെ സ്വർഗ്ഗലോകത്ത് നാട്ടി ഓടിച്ചു. ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പറഞ്ഞ് അസല്ലഹുമ ശൈത്താനു,
ചെകുത്താൻ വഴിതെറ്റിച്ചെന്ന അതെ പറയേണ്ടത് എങ്ങനെയാണ്? ഇബിലീസ് വഴിതെറ്റിച്ചെന്നാണ്. അപ്പൊ ഇബിലീസ് വഴിതെറ്റിച്ചെന്ന് പറയേണ്ട സ്ഥാനത്തുള്ള ശൈത്താൻ എന്നാണ്. ശൈത്താൻ കടന്നു വരിക. അതൊക്കെ ഇബിലീസാണ്. പിന്നല്ല പറഞ്ഞ് ആദമിനി അവ്വാനും ചെകുത്താൻ വഴിതെറ്റിച്ചെന്നാണ്. അപ്പൊ ശൈത്താനും ഇബിലീസ് ഒന്ന്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ശതനാന്നാണ്. ശതനാന്നൊക്കെ എഴുതുന്നുണ്ടായ ഓവർടേക്ക് ചെയ്യുക. ഒരു ബസ് മറ്റൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന ശതനാന്ന് പറയും. അപ്പൊ അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ എന്ത് ചെയ്ത് മറികടന്നു. ആ നിലക്ക് ശൈത്താൻ എന്ന് പറയാം. ഇബിലീസ് എന്ന് പറഞ്ഞാൽ അഭിലാസാണ്. അഭിലാസാണ് ആശ മുറിയ. ഓ നിരാശനായി സ്വർഗത്തു നിന്ന് ആട്ടി അടിച്ച് മലവിലായി ആട്ടി ഓടിച്ച്. അപ്പൊ അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെട്ടവൻ എന്ന നിലക്ക് എന്തും പറയാണ് ഇബിലീസ് എന്ന് പറയാണ്. അപ്പൊ ഇബിലീസും ശൈത്താനും ഒന്നല്ല. പക്ഷെ ഇബിലീസും ശൈത്താനും വർഗമല്ല. വർഗം മലക്ക്, മനുഷ്യൻ, ജിന്ന് പ്രധാനമായി. പിന്നെ മറ്റു ജീവജാലങ്ങൾ. അപ്പം ജിന്നിൽപ്പെട്ട ചീത്ത വിഭാഗത്തിന് പറയുന്നതാണ് ശൈത്താന്, ഇബിലീസ്. നല്ലവരും അവരിൽ ഉണ്ട് എന്നർത്ഥം. അത് സൂറത്ത് ജിന്നിലുള്ള വ്യക്തമാക്കി. ഞങ്ങളിൽ നല്ലവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ചീത്ത ആളുകളുണ്ട് എന്നാണ്. ജിന്നുകളല്ല. അത് സൂറത്ത് ജിന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. അവിടെ രണ്ട് വിഭാഗം ഉണ്ടെന്ന് വ്യക്തമാണ്. അപ്പൊ അതിനെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഏതിനെ? ജിന്നില് രണ്ട് വർഗമുണ്ട്. ആ രണ്ട് വർഗം എന്ന് പറഞ്ഞാൽ നല്ലവരും ചീത്തയും. നല്ലവർക്ക് നല്ല ജിന്ന്, മുസ്ലിം ജിന്ന് എന്ന് പറയും. ചീത്ത വിഭാഗത്തിന് ശൈത്താൻ എന്ന് പറയും, ഇബിലീസ് എന്ന് പറയും. ഇതൊരു യാഥാർത്ഥ്യമാണ് അർത്ഥം. ഇതൊരു സത്യമാണ്, ഹക്കാണ്. അപ്പൊ ഇതിനെ നിഷേധിക്കാൻ നമുക്ക് എന്തെല്ലാം സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് ഇല്ല ഇബിലീസാണ് പറഞ്ഞത്. ഇബിലീസ് ആദമിന് സുജൂദ് ചെയ്തില്ല. വകാന മിനൽ ജിന്നി എന്നാണ്. ഓൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. കാരണം ജിന്ന് വർഗത്തിന് അനുസരിക്കും അനുസരിക്കാതിരിക്കുകയും ചെയ്യാം. മനുഷ്യനെ നമ്മെ പോലെ തന്നെ. മലക്കിന് നല്ലവര് മാത്രമേ ഉള്ളൂ, ചീത്തല്ല. കാരണം മലക്കിന് അള്ളാഹനെ ധിക്കരിക്കട്ടെ എന്ന് വിചാരിച്ചാലും സാധ്യമല്ല. അതുകൊണ്ട് ആ സ്വർഗവും നരകവും നമുക്കും ജിന്നിനുമാണ്. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. നരകം ഞാൻ മനുഷ്യനും ജിന്നിനാണ് ഒരുക്കി വെച്ചത്. മലക്കില്ല. ഇനി സ്വർഗത്തെ കുറിച്ച് അറഹ്മാൻ നോക്കി. സ്വർഗത്തിലെ ഓരോ അനുഗ്രഹം എടുത്ത് പറഞ്ഞിട്ട് പറയും വബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്ന് വർഗമേ, മനുഷ്യവർഗമേ, ഇതിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അപ്പം ജിന്നിനെന്തുണ്ട്? നല്ല ജിന്നിനെന്തുണ്ട്? സ്വർഗമുണ്ട്. നല്ല മനുഷ്യന്മാർക്ക് സ്വർഗമുള്ള മാതിരി. കാരണം ജിന്നിന് അനുസരിക്കും അനുസരിക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ അനുസരണത്തിന് വില ഉണ്ട്. നമ്മളെ അനുസരണത്തിന് വില ഉള്ള പോലെ തന്നെ മലക്കിന്റെ അനുസരണത്തിന് ഒരു വിലയുമില്ല. ഒരു 100 കോടി കൊല്ലം സാഷ്ടാംഗം ചെയ്യും. നമ്മൾ 2 സാഷ്ടാംഗം ചെയ്യും. അതിന്റെ വില പോലെ 100 കോടി കൊല്ലത്തെ സുജൂദിനില്ല. കാരണം അതുകൊണ്ടാണ് മലക്കിന് എന്തില്ല? സ്വർഗമല്ല. സ്വർഗത്തിൽ നമ്മുടെ കൃത്യന്മാരാണ്. നരകത്തില് നരകവാസികളെ പിടിച്ചാൽ ഇടുന്ന ജോലിയാ. കാരണം ഓല ഇബാദത്തിന് പ്രസക്തി ഇല്ല എന്നർത്ഥം. ഇത്രയും മനസ്സിലാക്കി. എത്രയും മനസ്സിലാക്കിയത്? ജിന്ന് വർഗമുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കണ മുമ്പ് തന്നെ തീയിന്റെ സത്തുനിന്ന് അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ജിന്നിനെ ഒറ്റ നിഷേധിച്ചാൽ ഓനെ മുസ്ലിമല്ല. ഓൻ ഖുർആൻ നിഷേധിയും ഇസ്ലാമിന് പുറത്താണ്. ജിന്നൊക്കെ ബാക്ടീരിയാണ്, ജിന്നൊക്കെ എന്ന ജീവി മാത്രമാണെന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ. ജിന്നുകളിൽ 2 വർഗമുണ്ട്, 2 സ്വഭാവക്കാർ. നല്ലവരും ചീത്തയും. നല്ലവർക്ക് മുസ്ലിം ജിന്ന് എന്ന് പറയും,
ചീത്ത വിഭാഗത്തിന് ശൈത്താൻ എന്ന് പറയും, ഇബ്ലീസ് എന്ന് പറയും. ഇത് നമ്മൾ നിഷേധിക്കരുത്, വിശ്വാസിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഇനി സ്നേഹിതന്മാരെ, ഇനിയാണ് നിങ്ങൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കേണ്ടത്. അത് ജൂത ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞില്ലേ, വസത്തുമുൽ ഹക്കാണില്ലേ, ഹക്കിനെ നിങ്ങൾ മറിച്ചേക്കാണ്. സത്യാസക്തി കൂട്ടിക്കലർന്നിട്ട് കലർത്തിയിട്ട് ഹക്കിൻ്റെ ഒരു വശത്തെ നിങ്ങൾ മറിച്ചേക്കാണ്. അത് നമ്മുടെ മതപണ്ഡിതന്മാരിൽ വരുന്നുണ്ടോ എന്ന് പേടിക്കേണ്ടതാണ്. കാരണം വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാലും നബിചര്യ എടുത്തു നോക്കിയാലും എല്ലാ അറബി നിഘണ്ടു എടുത്തു നോക്കിയാലും മനുഷ്യരിൽ ചീത്ത ആൾക്ക് എന്ത് പറയും? ശൈത്താൻ എന്ന് പറയും. മനുഷ്യരിലെ ചീത്ത വിഭാഗത്തിന് ശൈത്താൻ എന്ന് പറയും. അതുപോലെ തന്നെ എല്ലാറ്റിലും മൃഗാവട്ടെ ഏത് വർഗത്തിൽപ്പെട്ട ചീത്തക്ക് എന്ത് പറയും? ശൈത്താൻ എന്ന് പ്രയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദൃഷ്ടിക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നൊരു വിഭാഗം, അവർക്കും ഖുർആനിലും ഭാഷയിലൊക്കെ എന്ത് പറയും? ജിന്ന് എന്ന് പറയും. അത് മനസ്സിലാക്കുന്നിടത്ത് ചിലക്ക് പറ്റിയ അപകടമാണ് ഈ അന്ധവിശ്വാസത്തിനും ഖുറാഫാത്തിനും പോയി ചാടാനുള്ള കാരണം. ഈമാനി ശേഷം കുഫ്റായി എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള കാരണം. അത് നിങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ എടുത്ത് നോക്കി. സൂറ അൽ ബഖറയിൽ പറഞ്ഞു, വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. ഈ കപട വിശ്വാസികൾ അവരെ പിശാചിലേക്ക് അത് ഒഴിവായാലോ, മുസ്ലിങ്ങളെ കണ്ടാൽ പറയും ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയും. പിന്നെ ഓലെ ശൈത്താന്മാരിലേക്കാൾ ചെന്നാൽ ഓല് പറയും ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാട്ടോ, ഞങ്ങൾ മുസ്ലിങ്ങളെ പരിഹസിക്കാൻ ഒരു രഹസ്യമൊക്കെ ചോർന്നെടുക്കാൻ വേണ്ടി മുസ്ലിമായി നടക്കാന്ന് അറിയും. ഇവിടെ എല്ലാ തഫ്സീറുകാരും എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും പലപ്പോഴും ശൈത്താൻ എന്ന് പറഞ്ഞാൽ റുഅസാക്കൾ, സമ്മാനികളായ നേതാക്കന്മാർ, മനുഷ്യരിൽപ്പെട്ട ചീത്ത ആളുകളുണ്ടല്ലോ, അവരാണ് ഉദ്ദേശം. ഇനി സൂറത്തെ അഹ്റാഫിലുള്ള പറഞ്ഞു, എല്ലാ നബിമാർക്കും ഞാൻ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശയാത്തീനൽ ഇൻസി വൽ ജിന്നി എന്നാണ്. ഇൻസിലും ജിന്നിലും പെട്ട ശൈത്താന്മാരുണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അപ്പൊ ഖുർആൻ വ്യക്തമായി പറഞ്ഞു എന്ത്? മനുഷ്യരിൽ എന്തുണ്ട്? ശൈത്താണ്ട് ജിന്നിലും ഉണ്ടെന്ന്. ഇനി ഖുർആന് നരകത്തിലെ ആ സഖൂ മരമുണ്ടല്ലോ, ആ സഖൂ മരത്തെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞു, ആ സഖൂ മരത്തിലെ രൂപം റൂസി ശയാത്തി എന്നാണ്, പിശാചിന്റെ തല പോലെയാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളൊക്കെ പിശാചിന്റെ തല കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാലും ശൈത്താൻ തന്നെ ചീത്ത ജീവിയായിട്ട് നമ്മൾ കാണുന്നത്, മലക്ക് നന്മന്റെ പ്രതീകവും. അപ്പൊ എല്ലാ മുഫസ്സിരിങ്ങളും പറഞ്ഞു തരുന്നുണ്ടോ? അത് ചീത്തയൊക്കെ ശൈത്താനിലേക്ക് ചേർത്തി പറയും. സഖൂ മരം വന്നാൽ ചീത്ത മരമാണ്. അപ്പൊ ആ മരത്തിന്റെ തല ചെകുത്താൻ പോലെയാണെന്ന് പറഞ്ഞത് അതൊരു പ്രയോഗമാണ്. മറ്റൊരു വിഭാഗം ഖുർആൻ വെക്കാതൊക്കെ അറേബ്യയിൽ ശൈത്താൻ എന്നൊരു വികൃത ചെടി ഉണ്ടായിരിക്കുന്ന ശൈത്താൻ. നമ്മളും പറയാം എന്റെ നാട്ടിലൊക്കെ ശൈത്താൻ എന്നറിയും. ഈ ഉപയോഗിക്കാൻ പറ്റാത്ത ഇടി ഒറ്റ കൂന് മുളക്കുന്നൊക്കെ പറഞ്ഞിക്കണല്ലോ. അപ്പൊ അതിന് എന്റെ നാട്ടിൽ പറയാം ശൈത്താൻ കൂലുന്ന. അതേമാതിരി മറ്റൊരു വിഭാഗം മുഫസ്സിരിങ്ങൾ പറഞ്ഞത് റൂസി ഷയാത്തി എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ എന്ന പേരിൽ അറബികളുടെ ഇടയിലെ ചില ചെടി ഉണ്ടായിരുന്നില്ല, അത് വികൃതമായ ചെടിയായിരുന്നു. ആ ചെടിയാണ് അവിടെ ഉദ്ദേശം. ഇനി ജിന്നോ, ഖുർആൻ പറഞ്ഞ മൂസാ നബി വടിത്തപ്പോൾ ജാനു എന്നാണ്. ജിന്നും ജാനും ഒന്ന് തന്നെയാണ്. ഫഖലഖൽ ജാനാന്നുള്ള പറഞ്ഞത് ജിന്നും ജാനും ഒരേ അർത്ഥം. ആ മൂസാ നബി പഠിച്ചപ്പോൾ അതൊരു ജിന്നായിട്ടാണ്. ഇവിടെ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറയും ജിന്ന് എന്നാണ് ഇവിടെ ഉദ്ദേശം പാമ്പാണ്, ഹയ്യത്താണ്. പാമ്പിന് ജിന്ന് എന്ന് പ്രയോഗിക്കും. അപ്പൊ അവിടെ ജയിത്താനായി മൂസാ നബി പഠിച്ചപ്പോ ചെകുത്താനായി ജിന്നായി എന്ന് പറഞ്ഞ
ഹയ്യത്ത് സർപ്പായി. ഇനി അള്ളാഹ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വജഅലു ബൈനല്ലാഹി വബൈനൽ ജിന്നത്തി നസബ എന്നാണ്. മക്ക മുശ്രിക്കന്മാർ അള്ളാഹുവിൻ്റെയും ജിന്നിന്റെ ഇടയിൽ കുടുംബ ബന്ധം സ്ഥാപിച്ചു എന്നാണ്. ജിന്നിന്റെ അള്ളാഹിന്റെ ഇടയിൽ ഇവിടെ എല്ലാ മുഫസ്സിറുകളും പറഞ്ഞം തരുന്നുണ്ടോ? ഇവിടെ ജിന്ന് പറഞ്ഞാൽ മലക്ക് എന്നാ. മലക്ക് അള്ളാഹിന്റെ പെൺകുട്ടികളെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ അള്ളാഹുവിന്റെയും മലക്കിന്റെയും ഇടയിൽ ബന്ധത്തെ കുടുംബ ബന്ധത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ജിന്നുകൊണ്ട് മലക്കാണ് ഉദ്ദേശിച്ചത്. അത്ര മാത്രമല്ല, എല്ലാവരും അംഗീകരിക്കുന്ന യാഥാസ്ഥികന്മാർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇമാം റായിബി. വിശുദ്ധ ഖുർആന്റെ ഒറ്റപദത്തിന്റെ അർത്ഥം വിവരിക്കുന്നതിന് എല്ലാവരും അംഗീകരിക്കുന്നത് അൽ മുഫ്രദാത്ത്. നിങ്ങൾ അൽ മുഫ്രദാത്ത് നോക്കി, അവിടെ ഇമാം റായിബ് പറയാണ് ഈ ആയത്ത് ഉദ്ധരിച്ച് പറയപ്പെട്ട ജിന്ന് എന്നാണ് മലക്ക. വകുല്ലുൽ മലായികത്തി ജിന്നുന്ന, എല്ലാ മലക്കും ജിന്നാണ്. പക്ഷെ ജിന്നൊക്കെ മലക്കല്ല. കാരണം മലക്കിനൊന്നും നമ്മൾ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ജിന്നാണ്. ജന്നാണ് ഒളിഞ്ഞിരിക്കുകയാണ്. ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റാത്തത്. അപ്പൊ ഈ ആയത്തിൽ ഇമാം റാവിയും പറയാണ് മലക്കൊക്കെ ജിന്നാണ്. അപ്പൊ ജിന്നൊക്കെ മലക്കല്ല. കാരണം മലക്കൊക്കെ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ഈ നെറ്റ്സാസ് ഒരിക്കൽ പറഞ്ഞു സംസം കിണറ്റിൽ ധാരാളം ജിന്നുകളുണ്ട് എന്നാണ്. ഇമാം മുസ്ലിം ഉദ്ദേശിച്ച ഹദീസാണ്. നബിന്റെ കാലത്ത് നബി പറഞ്ഞ സംസം കിണറ്റിൽ കുറെ ജിന്നുകളുണ്ട് എന്നാണ്. അവിടെ ഇമാം നബി അടക്കം എല്ലാ പണ്ഡിതന്മാരും നിഹായ ഇബ്നു അസീറിന്റെ ഹദീസിന്റെ ഒറ്റപദം വിവരിക്കുന്നതിൽ മുസ്ലിം ലോകം അംഗീകരിച്ച ഗ്രന്ഥമാണ് നിഹായ. ആ നിഹായിൽ പറഞ്ഞ് സംസം കിണറ്റിൽ കുറെ ജിന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹയ്യത്ത് സർപ്പാണ്. സർപ്പത്തിന് ഉപയോഗിച്ചതാണ് ജിന്ന്. പിന്നെ നബി പറഞ്ഞ് നമ്മളാരെങ്കിലും എഴുന്നേറ്റാൽ 3 പ്രാവശ്യം ചീറ്റണമെന്നാണ്. വൈന്ന ശൈത്താന യബീതു അലാ ഖൈതൂമിഹി, പിശാച് അവന്റെ കരിമൂക്കിലാണ് കഴിച്ചു കൂട്ടുന്നത്. അവിടെ ചെറിയ മുസ്ലിമിന് ഇമാം നബി എന്നെ പറഞ്ഞ അവിടെ പിശാച്ച് എന്ന് പറഞ്ഞാൽ പിശാച്ച് തുമ്പിയാ പോണ വസ്തുവാണോ? പിശാച്ച് ദൈവസ്മരണ, അള്ളാന്റെ സ്മരണ കൊണ്ട് പിന്മാറുന്ന ജീവിയാണ്, സൃഷ്ടിയാണ് ആര്? ജിന്ന്, പിശാച്ച്. അപ്പൊ ഇവിടെ നബി പറഞ്ഞ എന്താ? പൊടി പടലങ്ങൾ നമ്മളിങ്ങനെ വലിപ്പമൊക്കെ പൊടി പടലമൊക്കെ ഇതാക്കിയിട്ടുണ്ടോ? അപ്പൊ ഉണർന്ന ശേഷം ഒന്ന് ചീറ്റുക, അതൊക്കെ പുറത്ത് പോകാൻ വേണ്ടി. ആ വൈന്ന ശൈത്താന യബീതു അലാ ഖൈതൂമിഹി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം പൂർവികനായ നബി റഹ്മത്തുള്ളാഹി എഴുതി. അവിടെ ഉദ്ദേശം ഈ മേച്ച വസ്തുക്കൾ, പൊടി പടലുകൾ, അതൊക്കെയാണ് നബി ഉദ്ദേശിച്ചത്. ഒറ്റക്കണക്കിന് ഉദാഹരണമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരൊറ്റ ഉദാഹരണം നബി പറഞ്ഞു, ഒരാളിങ്ങൾ നിസ്കരിക്കുമ്പോൾ മുന്നേ കൂടെ നടന്നു പോയാൽ നിങ്ങൾ അവനെ പ്രതിരോധിക്കണം എന്നാണ്. വീണ്ടും നടക്കുകയാണെങ്കിലോ ഒന്ന് ഇടിക്കണം എന്ന് പറഞ്ഞു. വൈന്നവും ഷെയ്ത്താനെന്നാണോ ഷെയ്ത്താനാന്നാണ്. പോക്കരാക്കി തന്നെയാണ് മുന്നേ കൂടെ നടന്നത്. പക്ഷേ പ്രതിരോധത്തിലും പോക്കരിയാക്കാൻ നടക്കാൻ പോക്കരാക്കാനൊന്ന് കൊടുക്കുക. ആമിനക്കുട്ടി തന്നെയാണ് നടന്നത്. തടുത്തിട്ടും നടക്കുകയാണെങ്കിൽ ജമീലക്കുട്ടി ഒരു കുത്തു കൊടുക്കുക. അപ്പം ഇത് മറ്റേ ജിന്നപ്പെട്ട ശൈത്താനല്ല, ശൈത്താന്റെ പണി എടുക്കുന്നത് എന്നർത്ഥം. അപ്പൊ ശൈത്താന് തൃപ്പതിയുള്ള പണി എടുത്താൽ അതൊക്കെ ശൈത്താനിലേക്ക് ചേർത്തി പറയും. ഇപ്പൊ നബി പറഞ്ഞു തുമ്പല് പണച്ചോനിൽ നിന്നാണ്, തസാവുബ് കോട്ടുവായി ശൈത്താനിൽ നിന്നാണ് പറഞ്ഞത്. അപ്പൊ മനുഷ്യന് കോട്ടുമായിട്ടുള്ള പ്രക്രിയ ശൈത്താൻ നമ്മൾ സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാവൂലേ? തുമ്പല് പടച്ചോൻ സൃഷ്ടിച്ച് നമ്മളില്ലേ? കോട്ടുവായിട്ടുള്ള പ്രകൃതി പിശാചാണ് സൃഷ്ടിച്ചെന്ന് വെച്ചാൽ അള്ളാഹ് പങ്കു ചേർക്കുകയാണ്. തുമ്പല് ശരീരത്തിന് നന്മയാണ്. കോട്ടുമായിടുക എന്നുള്ള ശരീരത്തിൽ ക്ഷീണം ഉണ്ടാവുമ്പോഴാണ്.
ക്ഷീണമുള്ളതൊക്കെ പിശാചിലേക്ക് ചേർത്തി പറയും. പിശാചിന് തൃപ്പതിയുള്ളതൊക്കെ. നമ്മൾ ക്ഷീണിച്ചൊരു മൂല ഇങ്ങനെ കിടക്കുന്നത് പിശാചിന് തൃപ്പതിയാണ്. നമ്മൾ എനർജറ്റിക്കായിട്ട് ഇങ്ങനെ നടക്കണതല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് അയ്യൂബ് നബി പറഞ്ഞു, മസ്സനിയ ശൈത്താനു ബിനുസ്ബി വഅദാബ് നാർ, എന്നെ പിശാചി പീഡനവുമായി ബാധിച്ചു എന്ന് പറഞ്ഞു. അവിടെ അയ്യൂബ് നബിക്ക് പിശാച് കൂടിയുന്ന നിങ്ങളുടെ അമ്മാനിമാന്റെ പരിഭാഷ എടുത്തു നോക്കി. 2 വ്യാഖ്യാനം അമ്മാനിമാലി പറഞ്ഞത്. അയ്യൂബ് നബി പറയാൻ എനിക്ക് പിശാച് കൂടി. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന്, പെണ്ണുങ്ങളൊക്കെ തെറ്റിപ്പോയി, ധനത്തിന് വലിയ നഷ്ടമുണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോ അയ്യൂബിനിക്ക് തോന്നല് പടച്ചോൻ എന്നെ കൈവിട്ടോ. നബിനോട് പേരെ പറഞ്ഞില്ല, മാ വത്താക്ക റബ്ബുക്കവമാ കലാം, നബിക്കൊരു മാസം വഹി മുറിഞ്ഞുപോയി. ആ പടച്ചോൻ എന്നെ പിണങ്ങിയോ തെറ്റിയോ എന്നൊരു ചിന്ത. അയ്യൂബ് നബിക്ക് അതിനും വലിയ വിപത്താണ്. ആ പിശാച് അയ്യൂബ് നബിന്റെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുന്ന പടച്ചോൻ എന്നോട് പിണങ്ങിക്കുന്നത്. അതാണ് പിശാച് ബാധിച്ചത്. അത് രോഗം പിശാച് ഉണ്ടാക്കിയതാണെന്നല്ല. രോഗം ഉണ്ടാക്കാൻ പിശാച് എന്നെ ബാധിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്താഗതി പടച്ചോനോട് പിണങ്ങിയുള്ള ചിന്ത. രണ്ടാമത്തെ വ്യാഖ്യാനം അമ്മാഹിമലി പറഞ്ഞത്, ഏത് തിന്മയും പിശാചിലേക്ക് ചേർത്തുന്ന. രോഗം പിശാചിന് തൃപ്തിയുള്ളതാണ്. നമ്മളൊരു മൂലയിങ്ങനെ രോഗിയായിട്ട് കിടക്കല്. അപ്പൊ തിന്മയൊക്കെ പിശാചിലേക്ക് ചേർത്തി പറയുന്ന പൊതുപ്രയോഗ അതുപോലെ പ്രയോഗിച്ചതാണ്. നിങ്ങൾ ഇപ്പൊ ഇവിടെ പരിഭാഷയിൽ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ ചീറ്റൊക്കെ ഏതിലേക്ക് ചേർക്കും? പിശാചിലേക്ക് ചേർക്കും. ഇതും ഒരു സത്യമാണെന്ന് അർത്ഥം. ഈ സത്യത്തെ എന്താണ് അസത്യവുമായി കൂട്ടിക്കലർത്തിയിട്ട് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ആരും ചെയ്തന്മാർ ഒരു മുജാഹിദ് പണ്ഡിതനും ജിന്നിന്റെയും ശൈത്താന്റെ അസ്തിത്വത്തെ നിഷേധിച്ചിട്ടില്ല. ആരും ബാക്ടീരിയ ആക്കിയിട്ടില്ല. പക്ഷെ ബാക്ടീരിയക്കും എന്ത് പറയും? ജിന്നിന് പ്രയോഗിക്കും. പാമ്പ് മാളത്തിൽ ഒളിച്ചിക്കല്ല. ഖുർആനിലാ പാമ്പിന് ജിന്നിന് പ്രയോഗിച്ചത്. പിന്നെ നബിയാണ് ലാ യബൂലന്ന അഹദുക്കും, നിങ്ങളിൽ ആരും തന്നെ മാളത്തിന് മൂത്രിക്കരുത് എന്നാണ്. അത് ജിന്നിന്റെ അഭയകേന്ദ്രമാണ്. അവിടെ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അർത്ഥം കൊടുത്തത് പ്രാണികൾ, സർപ്പങ്ങൾ മൂത്രിക്കുമ്പോ അറ്റ കടിച്ചാലോ. അപ്പൊ ഇതിന് യാഥാർത്ഥ്യ എന്ത്? പാമ്പ്, മലക്ക്, അതുപോലെ സൂക്ഷ്മജീവികൾ, ഇതിനൊക്കെ ഖുറാനും അറബി ഭാഷയിലെ ഹദീസിലൊക്കെ എന്താണ്? ജിന്നൊന്നും പ്രയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം. ശൈത്താനൊന്നും പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ജിന്നിനെ നിഷേധിച്ച് ബാക്ടീരിയാക്കിയെന്ന. ഇതൊന്നും ഈ പണ്ഡിത അൻകും തൈലമൂന്ന് അറിഞ്ഞില്ലേ? ജൂത കഴിച്ചവരെ സത്യവും അസത്യം കൂട്ടി അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ സത്യത്തെ മറച്ചു വെക്കുകയാണ് അവർക്ക് അറിയുന്നവരെ. ഇനി ഞാൻ ജിന്നി സീറുന്നൊരു പുസ്തകം ഇറക്കിയിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ വാള്യത്തിൽ തന്നെ എത്ര ആയത്ത് ഉദ്ധരിച്ചാണ് ജിന്നിനെയും ശൈത്താനും സ്ഥാപിക്കുന്നത്? ഇതൊന്നും ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താ? ജിന്നിനെ ബാക്ടീരിയ ആക്കിയതാണെന്ന് അറിഞ്ഞു. ആ പറഞ്ഞ പണ്ഡിതന്മാർക്ക് എന്തിനെ കുറെ പിരിച്ചിട്ടത്? സുല്ലമി ജിന്നിനെ ബാക്ടീരിയ ആക്കിയതാണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നത്തിന്റെ പേരിൽ എന്റെ സംഘടന വീണ്ടും പുലർന്നത് എന്തിനെ കുറെ 10-20 പണ്ഡിതന്മാരെ ഒന്നായിട്ട് പിരിച്ചിട്ടത് പ്രശ്നം അതായിരുന്നെങ്കിൽ ആ പ്രശ്നം അതൊന്നുമല്ല എന്നർത്ഥം. ഇവിടെ നമ്മളാരും തന്നെ ജിന്നിനെ ബാക്ടീരിയ ആക്കുക, ജിന്നിനെ നിഷേധിക്കുക ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞത് പച്ച യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആനും നബിചര്യയിലും അറബി ഭാഷ സ്ഥിരപ്പെട്ടത്. ഇനി ലിസാനിൽ അർപ്പെടുത്ത് നോക്കി നിങ്ങൾ. അറബി ഭാഷയിൽ ഏറ്റവും സ്വീകാര്യമായ നിഘണ്ടുവാണ് ലിസാനിൽ അർപ്പ്. അതിൽ കാത്താളന്മാർക്ക് വരെ ജിന്നിന് ഉപയോഗിക്കുന്ന അത് CN അഹമ്മദ് മൗലവിന്റെ മാത്രം കണ്ടുകൊടുത്തല്ല. CN അഹമ്മദ് മൗലവി എന്താണ്? ജിന്ന് വർഗം തന്നെ അല്ല കാത്താളന്മാരുള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ലിസാൻ അറബിൽ പറഞ്ഞ് ജനങ്ങളിലൊക്കെ അകന്ന് കാട്ടിന്റെ മൂലയിൽ ജീവിക്കുന്ന കാട്ടാളന്മാർക്ക് അറബി ഭാഷയിൽ ജിന്നിന് പ്രയോഗിക്കും.
നിങ്ങൾ ധാരാളം അറബി കവിത അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നില്ല സാഹിത്യ അറബിയിൽ. അറബി സാഹിത്യത്തിൽ വനാന്തരത്തിൽ അകന്നു നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ജിന്ന് എന്ന് പ്രയോഗിച്ചത്. അപ്പൊ ഈ സത്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി സ്നേഹിതന്മാരെ, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാന വിഷയം എന്താണെന്നറിയോ? അതായത് ഹക്കും ബാത്തിലും കൂട്ടി യോജിപ്പിച്ച് അവതരിപ്പിക്കല്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളൊക്കെ എത്രയോ ത്യാഗം സഹിച്ചിട്ടാണ് ശിർക്കിന് ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് വന്നത്. പിതാവുമായിട്ട് തെറ്റി, മാതാവുമായിട്ട് തെറ്റി, കുടുംബക്കാരുമായി തെറ്റി, പല ലാഭങ്ങൾക്ക് നഷ്ടപ്പെട്ട്, അതൊക്കെ എന്തിനു വേണ്ടിയാ? മുവഹിദായി ജീവിച്ച് മരിക്കണം എന്നാണ്. ശിർക്കിന് മോചിതമാകണം എന്ന നിലക്കാണ് നാം അത് ചെയ്തു പോന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ തൗഹീദ് എന്താ? അതായത് ജിന്ന് മലക്ക്, ഞാൻ പറഞ്ഞ് ജിന്നും മലക്കും അദൃശ്യവും അഭൗതികവുമായ സൃഷ്ടികളാണ്. എൻ്റെ പേന ഇവിടെ വീണ്, എനിക്ക് സ്നേഹിതന്മാരെ ഇദ്ദേഹത്തോട് എൻ്റെ പേനൊന്ന് എടുത്തേരാൻ ആവശ്യപ്പെടാം. പക്ഷെ എനിക്ക് എൻ്റെ തോളത്തന്നെ റക്കീബ് അത്തീത് മലക്കുണ്ട്. റക്കീബ് അത്തീത് മലക്കെ ഞാൻ ഖുർആൻ പരിഭാഷ എഴുതിക്കൊണ്ടിരിക്കുക, ആ പേനയാണ് വീണത്. റക്കീബ് അത്തീത് മലക്കൊന്ന് എടുത്തേരെന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞ പോലെ അന്ന് മുശ്രിക്കല്ലേ? അല്ലെ ജിന്നെ എനിക്ക് ആ പേനൊന്ന് എടുത്തേരെന്ന് പറഞ്ഞ, ഇനി കാട്ടിനെ കാട്ടാനെ നമുക്ക് നിയന്ത്രിക്കാം, നമ്മുടെ കഴിവിന് അധീനത്തിൽ വെക്കാം, കാട്ടാനെ മരിച്ച് വലിയ ഭാരം നമുക്ക് ചുമക്കാം, പട്ടിയെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ വരുത്താം, കേസ് തെളിയിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. എന്നാ സ്നേഹിതന്മാരെ, ജിന്നിനെ മലക്കി നമ്മൾ നിയന്ത്രണത്തിൽ വരുത്താൻ പറ്റുമോ? ഒരു ജിന്ന് പൂജകന്, സിഹിർ ചെയ്യുന്നവന് ജിന്നിനെ കീഴ്പ്പെടുത്തിങ്ങാണ്ട് എൻ്റെ ഒരു മുടി പറിച്ചാൻ പറ്റുമോ? അല്ല എൻ്റെ പേന ഇവിടെ വെച്ചത് 1 മീറ്റർ ദൂരത്തേക്ക് ജിന്ന് പൂജകൻ എടുത്തു വെക്കുമോ? അങ്ങനെ വെക്കുമെങ്കിൽ നിങ്ങൾ വെല്ലുവിളിച്ചാൽ മതി, ഞാൻ പോരാ. നിങ്ങൾ വെല്ലുവിളിച്ചണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ ജിന്ന് പൂജകൻ്റെ അടുത്ത് കൊണ്ടുവരിക, എന്നിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചോണ്ട് എൻ്റെ ഒരു പേന ആ ജിന്ന് പൂജകൻ്റെ അടുത്ത് വെക്കും. എന്നിട്ട് ജിന്നിനെ കൊണ്ട് 1 മീറ്റർ ദൂരത്തേക്ക് ആ പേന എടുത്ത് എത്തിക്കാൻ പറയും. അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ വെച്ച കണ്ണട ഒന്ന് എടുത്തേക്കാൻ പറയും. കണ്ണുമെന്ന് ജിന്നിനെ കീഴ്പ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ പടച്ചോന് തൃപ്തിയുള്ള പ്രവർത്തി ചെയ്തിങ്ങാണ്ട് മലക്കിനെ കീഴ്പ്പെടുത്തിങ്ങാണ്ട് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ? മലക്കെ മഴ ടീച്ചറെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് പറയാം, നീക്കായിലെ മഴ വിജിച്ച് തരണേന്ന്. മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ച് മഴയ്ക്ക് തൃപ്തിയാവുമല്ലോ. ഈ മീക്കായിലെ മഴ വിജിച്ചെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇങ്ങക്ക് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ദാഹിച്ചങ്ങൾക്ക് ഭാര്യനെയും കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞ്, എടി ഒരു ഗ്ലാസ് ദാഹജലം കൊണ്ടാന്ന് പറയാം. ദാഹിക്കുന്ന വേളയിൽ മലക്കെ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരണമെന്ന് പറയാൻ പറ്റുമോ? ജിന്നെ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തരുമെന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞ സുഹൃത്തുക്കളെ, നിങ്ങൾ മുജാഹിദായിട്ട് എൻ്റെ ഫല, നിങ്ങൾ ബദിരീങ്ങളെയും അമ്പർണ്ണങ്ങളെയും വിളിച്ച് നിർത്തി. ആ നിർത്തിയോടെ എന്ത് ഗുണം കിട്ടിയത്? നിങ്ങൾ ഒറിജിനൽ മുശ്രിക്കായി നടത്താം. അപ്പം വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ഫൈദാ റഖിബൂ ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹു ഫലമ്മാ അൻജാഹും ഇലൽ ബരി ഇദാ ഹും യുശ്രികൂൻ എന്ന് പറഞ്ഞ മക്ക മുശ്രിക്കന്മാര് കപ്പലിൽ സഞ്ചരിക്കുക, പെട്ടെന്ന് തിരമാല അടിച്ചു വീശുന്ന സമയത്ത് മനുഷ്യ നിയന്ത്രണം വിട്ട രംഗാട്ടോ, മനുഷ്യ കഴിവിന് അതീതമായ രംഗ. ആ രംഗത്ത് അവര് ഇബ്രാഹിം നബിയെ രക്ഷിക്കണമെന്ന് പറയില്ല. ഇബ്രാഹിം നബിയുടെ വിക്രം വരെ കാബി കൊണ്ടുപോയി നാട്ടിക്കണ്.
ഇബ്രാഹിം നബി പോലെ ബാപ്പിയാന്ന് ഒരു പറഞ്ഞു. ഇബ്രാഹിം നബിന്റെ മില്ലത്തിലാണ്, മതത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇബ്രാഹിം നബിന്റെ മുഞ്ചത്തിനെ കുറിച്ച് നന്നായിട്ട് അവർക്ക് അറിയാം. എന്നാലും ഇബ്രാഹിം നബിയെ രക്ഷിക്കണമെന്ന് പറയില്ല. ഇസ്മായിൽ നബിയെ കാക്കണമെന്ന് പറയോ? മലക്കിനെ അവർ പൂജിച്ചിരി. മലക്ക് അള്ളാനെ പെൺകുട്ടികളെന്ന് വരെ പറഞ്ഞിനി ഒരു വിഭാഗം. എന്നാലും മലക്കെ എന്നെ രക്ഷിക്കണമെന്ന് പറയില്ല. ജിന്നിനെ അവർ വിളിച്ച് തേടാറുണ്ടായി. പക്ഷേ ഇത്തരം അവസരത്തിൽ ജിന്നേനെ രക്ഷിക്കണമെന്ന് പറയില്ല. പടച്ചോനെ മാത്രം വിളിച്ച് സഹായം തരിക. ഇതാണ് തൗഹീദ്. ഇബ്നു ജരീർ വരെ പറയും അഖ്ലസൂലില്ലാഹി അത്തൗഹീദ. ഇത്തരം രംഗങ്ങളിൽ മക്കാ മുശ്രിക്കന്മാർ തൗഹീദ് നിഷ്കളങ്കമാക്കും, അംഗീകരിക്കും. വയസ്തഗീസൂന ബില്ലാഹ്, അങ്ങനെ അള്ളാഹിനോടൊരു ഇസ്തിയാസ സഹായം തേടും. വലാ യസ്തഗീസൂന ബിഗൈരിഹി, മലക്കിനെ വിളിച്ച് തേടൂല, ജിന്നിനെയും വിളിച്ച് തേടൂല, മരിച്ചവരെയും വിളിച്ച് തേടൂല. അതാണ് തൗഹീദ്. ഇന്ന് യാഥാസ്ഥിക മുസ്ലിയാക്കന്മാരല്ല പറയുന്നട്ടോ. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട വിഭാഗം പറഞ്ഞെന്താ? ആ മക്കാ മുശ്രിക്കന്മാർ ജിന്നെ എന്നെ രക്ഷിക്കണേ, മലക്കെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവൂല എന്നാ, ലാഹിദക്ക് എതിരാവൂല എന്നാ. ഏറിയാല് അറാമ്, ഏറിയാല് ശിർക്കിലേക്കൊരു വഴി. ശിർക്കിന് പറയാൻ പറ്റൂല. അബൂജാഹിൽ വരെ പറയാതെ ശിർക്കാണ്. അബൂജാഹിൽ വരെ ഈ അവസരത്തിൽ ജിന്നിനെ വിളിച്ചില്ലാണ്. എന്നിട്ട് ഇമാം നബവി വിളിച്ചോലോ, ഇമാം അഹമ്മദ് ഹംബൽ വിളിച്ചോലോ, വിളിച്ചു തേടിയോലോ. എന്നാ ആ ചോദ്യം ചോദിക്കാൻ അഹമ്മദ് ഹറാമു ശിർക്കിലേക്കുള്ള വഴി ചെയ്യുമെന്നും. അപ്പൊ അഹമ്മദ് ബിനെ വിളിച്ച് തേടിയോണ്ട്, നബവി ഇമാം വിളിച്ച് തേടിയോണ്ട്, ഷൗക്കാനി വിളിച്ച് തേടിയോണ്ട് ഓല് മുശ്രിക്കാവുമെന്ന് സുന്നിയോട് ചോദിച്ചു എന്നാ. അപ്പൊ ആ ചോദ്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ശിർക്കല്ല നമ്മൾ പറയാ. പക്ഷേ നമ്മൾ വിളിച്ച് തേടണ്ട, നബവി വിളിച്ച് തേടി, എന്നാലും നമ്മൾ വിളിച്ച് തേടണം വേണ്ട. അപ്പൊ നബവി ഷൗക്കാനി ചെയ്തൊരു സംഗതി അഹമ്മദ് ബിൻ ചെയ്തിട്ട് നമുക്ക് ചെയ്താല് അത് ചോദ്യമല്ല, കഥ ചോദ്യമല്ലല്ലോ. ഖുർആനിൽ എത്ര ആയത്ത് ഇത്തരം വൈദ വശിയവും മൗജും കൗലുലനി വേറെ അങ്ങനെ ഉവല്ലദി യുസയ്യിറുക്കും ഫിൽ ബരി വൽ ബഹരി. അങ്ങനെ വിപത്ത് കപ്പൽ മുങ്ങണ അവസരത്തിൽ മക്കാ മുശ്രിക്കന്മാരെ മലക്കിനെ ജിന്നിനെ വിളിച്ചു തേടൂല. അതാണ് തൗഹീദ്. നിങ്ങൾക്ക് തൗഹീദ് പഠിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇനി വഴി അറിയാതിരിക്കൽ പ്രത്യേകം ഖുർആൻ എടുത്ത് പറഞ്ഞു. സൂറത്ത് അൻആം 63-ാമത്തെ ആയത്തും നംല് 63-ാം ആയത്തും, മൂന്നും രണ്ടും 63-ാം. അതിൽ തന്നെ ഖുർആന്റെ ഇജാസ് കേട്ടോ. അതിന് പറഞ്ഞെന്തോ ഉൽമൻ യുനജീകും ഫിൽ ബരി വൽ ബഹരി ഉൽമാത്തിൽ ബരി വൽ ബഹരി തദഊനഹു തളറുഅൻ വഖുഫിയ ലൈൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. നബിയെ നീ മക്കാ മുശ്രിക്കന്മാർ ചോദിച്ചോക്ക്, അവർ കടലിലെയും കരയിലെയും അന്ധകാരത്തിൽ, അന്ധകാരം എന്ന് പറഞ്ഞാൽ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇബ്നു ജരീർ ഖുർത്തുബി അടക്കം പറഞ്ഞ വഴി അറിയാതെ ബുദ്ധിമുട്ടലില്ല. കരയിലെ അന്ധകാരം എന്ന് പറഞ്ഞാൽ, കടയിലെ അന്ധകാരം എന്ന് പറഞ്ഞാൽ വഴി അറിയാതെ നമ്മൾ ബുദ്ധിമുട്ടുക. ആ മക്കാ മുശ്രിക്കന്മാർ വിജനമായ പ്രദേശത്ത് അകപ്പെട്ട് വഴി അറിയാതെ ബുദ്ധിമുട്ടിയാൽ, കടലിലൊരു വഴി അറിയാതെ ബുദ്ധിമുട്ടിയാൽ അത് ചോദിക്കാൻ പറയാം, നിങ്ങൾ അള്ളാനെ മാത്രമല്ലാതെ മലക്കിനെയും ജിന്നിനെയും മറ്റോനെയും വിളിച്ച് തോടുവോ? എന്നിട്ട് അള്ളാനെ പക്ഷെ ഞങ്ങൾ തേടൂല. മലക്കയെ രക്ഷിക്കണേന്ന് പറയില്ല, വിജന പ്രദേശം അകപ്പെട്ടാല്. ജിന്നെ കാക്കണേന്ന് പറയില്ല, ലാത്തെ രക്ഷിക്കണേ, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേന്ന് പറയില്ല. അള്ളാനെ മാത്രം വിളിച്ച് നിങ്ങൾ സഹായം തേടുകയാണ്. അപ്പൊ അള്ളാഹ് നിങ്ങളെ സഹായിക്കുകയാണ്.
അപ്പം മക്ക മുശ്രിക്കന്മാർ വരെ വിജനമായ പ്രദേശത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ, വഴി അറിയാതെ അകപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാനെ മാത്രം വിളിച്ച് ഇസ്തിഹാസ സഹായം തേടുക, മൽക്കിനും ജിനെയും പിടിച്ച് തേടൂല. പക്ഷേ ഈ തൗഹീദിന്റെ പേരിൽ പിരിവ് നടത്തി ആ പൈസ ഉപയോഗിക്കുന്ന ആളുകൾ ആ പൈസ കൊണ്ട് വാങ്ങി പരിപാടിക്ക് കാറിൽ വന്ന് ഇറങ്ങുന്നവര് പറയുന്നത് മക്ക മുശ്രിക്കന്മാർ ഈ സന്ദർഭത്തിൽ ജിന്നിനി മയക്കിനി വിളിച്ച് തേടിയാൽ എന്തല്ല, ശിർക്കല്ല. ഞമ്മക്ക് പറയാലോ അബൂജാഹിൽ ചെയ്യാത്ത ഇമാം നബവി ചെയ്യോ, ഷൗക്കാനി ചെയ്യോ, അഹമ്മദ് ഇബ്നു ഹംബൽ ചെയ്യോ? അവ ചെയ്തു പറഞ്ഞ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഞാൻ ന്യൂനത ശബാബിൽ വിശദീകരിച്ചിട്ട് അതാണ് കിടക്കണില്ല. പടച്ചോൻ പറഞ്ഞ മക്ക മുശ്രിക്കന്മാരെ വഴി അറിയാത്ത അവസരത്തിൽ പടച്ചോനെ മാത്രം വിളിച്ച് തേടുക, അതാണ് തൗഹീദ്. ഈ നമ്ലിലോ അമ്മൻ യുജീബ് അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹരി. അമ്മൻ ഒരുവനാണ് ഉത്തമന്, യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹരി, കരയിലെയും കടലിലെയും അന്ധകാരം. ഇവിടെയും തഫ്സീർ ഖുർത്തുബി അടക്കം പറഞ്ഞു അന്ധകാരം എന്ന് പറഞ്ഞ വഴി തെറ്റലാണ്. കരയിലും കടലിലും വഴി തെറ്റിയാൽ മക്ക മുശ്രിക്കും ആരെ വിളിച്ചോളൂ, പടച്ചോനെ വിളിച്ചോളൂ. അപ്പൊ അള്ളാഹ് ചോദിക്കാണ്, ആ പടച്ചോനാണോ കൂട്ടരെ ഉത്തമൻ? നിങ്ങൾ രക്ഷപ്പെട്ടാൽ വിളിച്ചു തേടും നിങ്ങളെ മലക്കും നിങ്ങളെ സുറക്കാക്കളെ മലക്കും ജിന്ന് ഇവരൊക്കെ ഉണ്ടല്ലോ, ലാത്തിയൊക്കെ ഉണ്ടല്ലോ, അവരാണ് ഉത്തമൻ. എന്നിട്ട് അള്ളാഹ് ചോദിക്കണെന്താ? ആ ഇലാഹുമ്മ അല്ലാഹ്. അതുകൊണ്ട് കൂട്ടരെ പടച്ചോന് പുറമെ വേറെ ഇലാഹുണ്ടോ? അപ്പൊ ചെയ്തന്മാരെ നിങ്ങൾ വഴി തട്ടി വഴി അറിയാതിരിക്കുമ്പോ യാ ഇബാദല്ലാഹ് അഈനൂനി, പടച്ചോന്റെ ദാസന്മാരെ എന്നെ സഹായിക്കുകയെന്ന് ജിന്നിനെ മലക്കിന് ഉദ്ദേശങ്ങൾ തേടിയാൽ നിങ്ങൾ പോലെ ഇലാഹാക്കി. ഇലാഹാക്കണമെന്നില്ല, അതാ ആ ഇലാഹും മഹല്ല ശേഷം ചോദിക്കുക. അപ്പം കൂട്ടരെ കരയിലും കടലിലും വഴി അറിയാതെ ബുദ്ധിമുട്ടുമ്പം പടച്ചോനെ മാത്രം വിളിച്ച് നിങ്ങൾ സഹായം തേടുകയാണ് വഴി അറിയാന്. അപ്പൊ നിങ്ങൾ ഇലാഹില്ല അംഗീകരിച്ചില്ലേ? ആ ഇലാഹുമ്മ അല്ലാഹ്. അതുകൊണ്ട് ഇനി അള്ളാഹ്ക്ക് പുറമെ ഇലാഹുണ്ടോ? ഇനി നമ്മളോടുന്ന ആയത്തിൽ മുഴുവനും ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ എഴുതിയിട്ട് പഠിച്ച സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ത്യാഗം ചെയ്തതിന് ശിർക്കിലേക്ക് മടങ്ങിപ്പോയി. ഇതിവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞമാതിരി വിജയപരാജയത്തിന്റെ പ്രശ്നമല്ല. ഇത് ഏതെങ്കിലും പണ്ഡിതനെ തേജവധം ചെയ്യലല്ല. കാരണം ബദരീങ്ങളിൽ മുയദ്ദീൻ ശൈഖിനെ വിളിച്ച് തേടിക്കോണമെന്നില്ല. വിജനമായ പ്രദേശത്ത് അകപ്പെടുമ്പം ബദരീങ്ങളിൽ മുയദ്ദീൻ ശൈഖിനെ വിളിച്ച് തേടിയാൽ ശിർക്കല്ലാതെ വിചാരിച്ചാൽ മതി, നിങ്ങൾ മുശ്രിക്കായി. നിങ്ങൾ വിളിച്ച് തേടാനില്ല. വിജനമായ പ്രദേശത്ത് അകപ്പെട്ട ഒരു മനുഷ്യൻ മുയദ്ദീൻ ശൈഖിനെയും ബദരീങ്ങളൊക്കെ വിളിച്ച് തേടിയാൽ ശിർക്കല്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മുശ്രിക്കായി. വിശ്വാസം ശിർക്കുവെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ച് തേടിയാലോ കർമ്മത്തിൽ ശിർക്കുവെന്ന്. അപ്പൊ ഈ വിശ്വാസങ്ങളെ കടന്നുകൂടിയാൽ മതി. ഇത്തരം സന്ദർഭത്തിൽ ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചു തേടിയാൽ അത് ശിർക്കല്ല എന്നുള്ള വിശ്വാസങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. നിങ്ങൾ മുശ്രിക്കാണ്. ഇത്ര ചെയ്ത ത്യാഗം മുഴുവൻ വെറുതെ ആകാണ്. അതുകൊണ്ട് ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ കിടക്കരുത്. ആ നിലയ്ക്ക് ഞാൻ വിശദീകരിച്ച അള്ള വരെ എങ്ങളവരെ വിളിച്ച് തേടിയാല് ഖുർത്തുബി പറയാം. വിപൽ ഘട്ടത്തിൽ വിജനമായ പ്രദേശത്ത് അകപ്പെട്ട അവസരത്തിൽ നിങ്ങൾ വിളിച്ച് സഹായം തേടിയാല് ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ വിളിച്ച് വിളി തേട്ടാ അവർ കേൾക്കൂല. ഇനി കേട്ടെന്ന് വെക്കുക
എന്ത് മലക്ക് ചിലപ്പോൾ കേട്ടെന്ന് വരും, തോളത്തില്ല. ശരീരത്തിലെ ജിന്ന് കേട്ടെന്ന് വരും. അപ്പൊ അല്ലാതെ ഈ കേട്ടെന്ന് വ്യക്തി കൂട്ടരെ മസ്തജാബൂലക്കും നിങ്ങൾക്ക് ഉപകാരം ചെയ്തു തരൂല. നടന്നുപോളെ ജിന്ന് മുതടിച്ച് ജിന്നിങ്ങനെ നടന്നുകൊടുക്കാണ്. അടുത്തുകൂടെ അപ്പോഴാണ് നിങ്ങൾ വിളിച്ചു തരുന്നത്. അപ്പൊ ജിന്ന് കേട്ടാൽ തന്നെ ഉത്തരം നൽകൂല. പിന്നെ അത് ശിർക്കുമാണ്. അല്ലാഹു പറയുക ഖിയാമത്ത് നാൾ വരുമ്പോൾ ഞങ്ങളെ ശിർക്കിനെ അവർ നിഷേധിക്കും ചെയ്യും. ശിർക്കുമായി. ഇവിടെ സുന്നികൾക്കെതിരെ നമ്മൾ സംവാദം നടത്തുമ്പോൾ തഫ്സീർ യമൻ ഉദ്ധരിക്കും, തഫ്സീർ ഖുർത്തുബി നമ്മൾ വായിക്കും. ഈ ആയത്തിൽ ശൈത്താൻ, ജിന്ന്, അമ്പിയാക്കന്മാർ, മലക്ക്, ജിന്ന് പെടും, ശൈത്താൻ പെടും, മരിച്ച നബിമാർ പെടും, മലക്ക് പെടും, ഒക്കെ പെടും. നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോകണം. അള്ളാഹ് പറയാ ഞങ്ങൾ ജിന്നിനെയും മലക്കിനെ വിളിച്ച് തേടിയാല്, സഹായം തേടിയാല് കേൾക്കൂല എന്നല്ല പ്രശ്നം. കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല. അത് കൊടിയ ശിർക്കുമാണ്. പല്ലോകത്തുകളെ ശിർക്കതാക്കും. ഈ ആയത്തിൽ ചെയ്തന്മാരെ ഞാൻ പേര് പറയുകയാണെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. KK സക്കരിയ കൂട്ടരും ഈ ആയത്തിന് മുമ്പിൽ ഇടി കൊണ്ട മാതിരിയായി. നമ്മൾ പറഞ്ഞ് കൂട്ടരെ ഒരു ഹദീസാണോ നിങ്ങൾ പറയുന്ന ബാറോലെ ഹദീസാണോ കാര്യം? ഖുർആൻ പറയുന്നത് ജിന്നാവട്ടെ മലക്കാവട്ടെ വിളിച്ച് തേടിയാൽ അത് ശിർക്കാണ്, ഉപകാരം ചെയ്യൂല. അപ്പം ഇവൻ കടവത്തൂല പ്രസംഗത്തിൽ പറഞ്ഞെന്തായിട്ടുണ്ടോ? അവിടെ ദുആ എന്നാ പറഞ്ഞത്. പ്രാർത്ഥന ആരാധന രണ്ടാണ്. സഹായം തേടവും. മലക്കിനോട് സഹായം തേടിയാൽ സഹായിക്കും. ജിന്നിനോടും ജിന്നിനെ ആരാധിച്ചാൽ ജിന്ന് സഹായിക്കും. പക്ഷെ പ്രാർത്ഥിച്ചാൽ സഹായിക്കില്ല. പ്രാർത്ഥന ഒരു സൃഷ്ടിന്റെ കൈപ്പെടാത്തിന പ്രാർത്ഥന എന്ന് പറയാം. ആ മലക്കിന്റെയും ജിന്നിന്റെയും കൈപ്പെടാത്ത ചോദിച്ചാൽ ആ പ്രാർത്ഥനയാവുള്ളൂ. മണ്ടന്മാരെ പോയത്തക്കാരെ ശേഷം പ്രാർത്ഥന വേറെ, ആരാധന വേറെ. ഇതുവരെ സമസ്ത മുസ്ലിയാക്കന്മാരെ പറഞ്ഞതായിരുന്നു പ്രാർത്ഥന ആരാധന രണ്ടാണ്. ജിന്നിനെ വിളിച്ച് തേടല്, മലക്കിനെ വിളിച്ച് സഹായം തേടല് ശിർക്കല്ല എന്ന് വരുത്താൻ വേണ്ടി പ്രാർത്ഥനയും ആരാധനയും രണ്ടാക്കി സ്നേഹിതന്മാരെ. എന്റെ വീട്ടിൽ വരിക സ്ഥിതി കാണിച്ചു തരാം. ഇപ്പൊ ഈ പൈസൽ മുസ്ലിയാരൊക്കെ പ്രസംഗിച്ചാൽ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടല്ല. എല്ലാം ഒറ്റയടിക്ക് നിഷേധിക്കുക. അല്ലെങ്കിൽ എന്തായാലും മറുപടി പറയാൻ മറന്നിട്ടില്ലാതെ ഞങ്ങൾ ചോദിക്കുക. ഈ ആയത്ത് വരുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഈ ആയത്ത് എഴുതി കൊടുക്കുക. ഫാത്തിലുള്ള ഈ ആയത്ത് ഇതിന് മരക്ക് പെടുമോ ജിന്ന് പെടുമോ എന്ന് ചോദിക്കുക. മത്സരി ജീവി വിളിച്ച് സഹായം തേടിയാൽ അള്ളാഹ് ഉത്തരം ചെയ്യൂലെന്നാ. ചിർക്കാണെന്നാ പറയുന്നത്. ചിർക്കിലേക്ക് വക്കീലാന്നല്ല. വയോമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കുന്ന. അല്ല നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? ഇവിടെ ദുആഇന് പ്രാർത്ഥന എന്നേ പറയാൻ പറ്റുള്ളൂ. സഹായം തേട്ടെന്ന് അർത്ഥം വെക്കാൻ പാടില്ല. നമ്മൾ മറ്റവരെ വിട്ട് സഹായം തേടാൻ ശിർക്കാൻ സമസ്ത പറയുമ്പോൾ ശിർക്കല്ലാന്ന് സമസ്ത പറയുമ്പോൾ ശിർക്കാണെന്ന് പറയാം. നമ്മൾ ഈ തോന്നല് ഇത് നമ്മൾ ഖുർത്തുബി അയച്ച ദുആഇന് ഇവിടെ സഹായം തേടലാണ്. നിങ്ങൾ കൂടുതലായി ചോദി പാട്ടിലെ ആയത്ത് മാത്രം ഓദിച്ച് ഇതിൽ ജിന്നും മലക്കും പോയിട്ട് നിൽക്കുക. ദുആഇന് ഇവിടെ എന്താ അർത്ഥം വെക്കേണ്ടത്? ഇവിടെ സഹായം തേടലിന് അർത്ഥം വെക്കാൻ പറ്റുമോ ചോദിക്കുക. ഇനിയോ വമൻ അവല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അന്ത്യദിനം വരെ നിങ്ങൾ വിളിച്ച് ദുആ ചെയ്ത ഉത്തരം നൽകൂല. അവനേക്കാൾ ഏറ്റവും വഴിവെച്ചിവനാറുണ്ട്. അന്ത്യദിനത്തിങ്ങളെ ഇബാദത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ആരൊക്കെയാ പെടുക? നമ്മളെ കൊട്ടപ്പുറം സംവാദത്തിൽ വേറെ ഹാജി വായിക്കുക. മലക്ക് പെടും, ജിന്ന് പെടും, മറ്റോലും പെടും. അപ്പൊ അള്ളാഹ് പറയാണ് മലക്കിനെയും ജിന്നിനെയും വിളിച്ചു തേടിയാല് ഒരു ഉപകാരവും ചെയ്യൂല. അത് ഇബാദത്താണ്.